പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് അതുൽ. ഇന്ന് മെയ് 22 അപ്പൊ എന്തായാലും മെയ് 22 വാർത്തകൾക്ക് പഞ്ഞൊന്നുമില്ല. മലയാള മനോരമയിലെ ഫസ്റ്റ് പേജിനകത്ത് കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞത് പ്രതിജ്ഞ ചൊല്ലി 16ാം കേരള നിയമസഭ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയൊക്കെ ആയി. അപ്പൊ കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഒരു സ്ഥിരതയിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് 16ാമത്തെ കേരള നിയമസഭ ഇപ്പം ഇന്നത്തോടെ അല്ലെങ്കിൽ ഇന്നലെയോടെ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് സ്നേഹവും ആദരവും പങ്കുവെച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. അപ്പൊ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ഭരണപക്ഷം രൂപീകരിക്കുമ്പോൾ എന്തായാലും അവര് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ കഴിയൂ. അപ്പം 3 മാസങ്ങൾക്ക് മുൻപ് നേർക്കുനേർ വെല്ലുവിളികളോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇറങ്ങിപ്പോയ സഭയിൽ ഇന്നലെ പരസ്പര സ്നേഹവും ആദരവും നടുത്തളത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ ആദരവും ചിരിച്ചും ആശ്ലേഷിച്ചും അതുപോലെ തന്നെ പിണറായി വിജയനും ജി സുധാകരനും ഒരുമിച്ച് കൊണ്ട്, നമുക്കറിയാം ജി സുധാകരനും പിണറായി വിജയനും തെറ്റിപ്പിരിഞ്ഞതാണ്. അവര് എന്തായാലും ഈ ഒരു 16ാം കേരള നിയമസഭ നിലവിൽ വന്നപ്പോൾ അവരെന്തായാലും ആ പിണക്കങ്ങളൊക്കെ മാറി അവര് രാഷ്ട്രീയപരമായി ഒന്നിച്ചിരിക്കുക എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ഇപ്പൊ വി.ഡി. സതീശനും പിണറായി വിജയനാണെങ്കിൽ പോലും നല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന രീതിയിൽ പല ഇതും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പം മന്ത്രിസഭ എന്തായാലും രൂപീകരിച്ചു, എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പൊ ഇനിയുള്ളത് ഭരണമാണ് കോൺഗ്രസിന്റെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇനി കാത്തിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത നമുക്കറിയാം, ഇന്നലെ തൊട്ട് കുറച്ച് ട്രെൻഡിങ് ആയി മാറിയതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് കൂടുന്നു, അത് ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം കത്തിക്കയറി പാറ്റാ വിപ്ലവം, അതായത് തൊഴിലില്ലാത്ത യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉപമിച്ചതിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ പേരിൽ തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി തരംഗമായി മാറി. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവേഴ്സിന്റെ എണ്ണം 1.5 കോടി കവിഞ്ഞു. ബി.ജെ.പിയും കോൺഗ്രസിനെയും കടത്തി വെട്ടി മുന്നേറ്റം. വെറും 6 നാൾ കൊണ്ടാണിത്. അപ്പൊ 6 നാളുകൾ കൊണ്ട് ഇത്രയും വലിയൊരു അത് 6 നാൾ കൊണ്ട് കയറിയ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോ ഈ ബി.ജെ.പിയുടെ ആട്ടെ കോൺഗ്രസിന്റെ ആട്ടെ അവരുടെയൊക്കെ പാർട്ടി ഹാൻഡിലുകളെക്കാളും വലിയ ഭൂരിപക്ഷമാണ്, വലിയ ഫോളോവേഴ്സ് ആണ് ഇതിനെ കയറിയിരിക്കുന്നത്. അപ്പോൾ യുവജനങ്ങൾ, പ്രത്യേകിച്ച് നോർത്തിലെ യുവജനങ്ങൾ എത്രത്തോളം സംഘടിതരായി ഇതുപോലെയുള്ള ഒരു പരാമർശത്തിന് തൊഴിലില്ലാത്തവരെ പാർട്ടിയോട് ഉപമിച്ചു എന്നാണ് പറയുന്നത്. അതെ, എന്തായാലും ഒരു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നാക്കുപിഴം എന്തായാലും ഒരു പാർട്ടിയെ തന്നെ അത് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഒക്കെ വരുന്നത് തന്നെ അതെ ഇപ്പം ബി.ജെ.പി കോൺഗ്രസിനെക്കാളും കടത്തി വിട്ടിട്ടാണ് അവർ ഇത്രയും ഫോളോവേഴ്സ്. എന്തായാലും അത് നല്ലതിനാണോ അതോ നമ്മുടെ രാജ്യത്തിന്റെ ദോഷത്തിനാണോ എന്നൊക്കെ അല്ലേ, ഒരു പാർട്ടിയല്ലേ. അപ്പം ഇങ്ങനെ ഇപ്പൊ യുവാക്കളെല്ലാം കൂടെ സംഘടിപ്പിച്ചു. അപ്പൊ മുന്നോട്ടുള്ള അതിന്റെ ഭാവി എന്താണെന്നുള്ള കാര്യത്തില് ഇതൊരു ആക്ഷേപഹാസ്യ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലത്. പക്ഷെ ഇതൊരു പാർട്ടി എന്നൊരു നിലയില് പോവുകയാണെങ്കിൽ എങ്ങനെ അത് ഇന്ത്യയെ ഫുള്ള് ബാധിക്കും എന്നുള്ള കാര്യത്തില് തീർച്ചയായും. അതുപോലെ തന്നെ പൂനെ സ്വദേശി അഭിജിത്ത് ദീപ്കയാണ് ഈ എക്സിൽ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പേജ് തുടങ്ങിയത്. അദ്ദേഹം ഒരു US സ്വദേശിയാണ്, US സിറ്റിസൺ ആണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. അപ്പം ഇതെന്തായാലും അദ്ദേഹം ചെറുതായിട്ട് ചിലപ്പോ ഒരു ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതായിരിക്കും അല്ലേ. മാധ്യമ പ്രവർത്തനത്തില് ബിരുദം നേടിയ ശേഷം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിക്സ് പഠിച്ചു. പിന്നെ 5 വർഷം ആം ആദ്മി സോഷ്യൽ മീഡിയ ടീം ലീഡറാണ്. അപ്പം പാർട്ടി പരിചയം. അതെ, ആം ആദ്മി നമുക്കറിയാം. ആം ആദ്മിയും ഇതുപോലെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഇതായിട്ട് ബ്ലൂമായിട്ട് വന്ന ഒരു പാർട്ടിയാണ്. അപ്പോ അവരും ഒരുപാട് അവസാനം അവർ ഡൽഹിയിലെ ഭരണം വരെ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ അതുപോലെ ഒരു സോഷ്യൽ മീഡിയയുടെ എല്ലാ വശങ്ങളും അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ട്രെൻഡിങ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ഇനി മറ്റൊരു ഒരു ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ രക്ഷിക്കാൻ ശ്രമിച്ച യുവതി മുങ്ങി മരിച്ചു. അപ്പം സംഭവം വിതുര തവയ്ക്കൽ വെള്ളച്ചാട്ടത്തിലാണ്. അപ്പം വാമനപുരം നദിയുടെ ഭാഗമായ വിതുര തവയ്ക്കൽ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിനിടെ കാൽ വഴുതി വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച യുവതി മുങ്ങി മരിച്ചു. അപ്പം നമുക്കറിയാം ഇനിയിപ്പോ മഴക്കാലം കൂടെ വരുമ്പോൾ നല്ല രീതിയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടും, വെള്ളം നല്ല രീതിയിൽ കൂടുന്ന സാഹചര്യമാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള യാത്രകളിൽ പോകുമ്പോഴത്തേനും ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. കാരണം നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പേരാണ് മരിച്ചത്. കുട്ടികളാണെങ്കിലും ശ്രദ്ധക്കുറവിന്റെ പേരിലാണ് ഇവർ കൂടുതൽ ഇങ്ങനെ വരുന്നത്. ഇപ്പൊ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
ശ്രമിച്ചതാണ്. പക്ഷെ അത് മാത്രമല്ല ഇപ്പൊ പെയ്യുന്ന മഴകളെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള മഴ പെയ്തിറങ്ങുന്ന ഒരു, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് മഴ പെയ്തിറങ്ങുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ നദികളിൽ പെട്ടെന്ന് വെള്ളം കൂടാനും ഒക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വെള്ളം ആയിരിക്കില്ല അല്ലേ നമ്മൾ അവിടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. അപ്പൊ ഒരു മഴക്കാലം തുടങ്ങിയ സ്ഥിതിക്ക് എന്താണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുട്ടികളെ ശ്രദ്ധിക്കണം. കാരണം ഇനിയിപ്പോ പഴയതുപോലല്ല. ഇപ്പം വേനൽക്കാലത്ത് നമുക്കറിയാം അധികം വെള്ളമില്ല, അപ്പൊ നമുക്ക് ഇറങ്ങിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പക്ഷെ ഇനിയിപ്പോ മഴക്കാലം വരുന്ന സ്ഥിതിക്ക് ഇപ്പൊ തന്നെ അതെ കൂടുതലും കുട്ടികളുടെ, കാരണം അവർക്ക് ഒരു ആകർഷണമാണ് വെള്ളം എന്ന് പറയുമ്പോൾ, എല്ലാവർക്കും ഒരു ആകർഷണമാണ്. അപ്പൊ നമ്മൾ ആ ആകർഷണത്തിന് വേനൽക്കാലമൊക്കെ കഴിഞ്ഞു വരുന്ന ടൈം ആയതുകൊണ്ട് വെള്ളമൊക്കെ കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു ആകർഷണം തോന്നി അതിൽ ഇറങ്ങാനൊക്കെ തോന്നും. പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം ഒരുപാട് പേര് കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ മരിച്ചിരുന്നു. അപ്പം അതിനൊരു കാരണം അത് നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം തന്നെയാണ്. ഇപ്പൊ കാലാവസ്ഥ വകുപ്പിന്റെ ഇപ്പം എല്ലാ റിപ്പോർട്ടുകൾ, അതായത് അവരുടെ മുന്നറിയിപ്പുകളെല്ലാം അനുസരിച്ച് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള അപകടങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകും. നമ്മുടെ ഈ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെ സർക്കാരിന് ഒരു കണ്ണ് കാണുമെന്നെങ്കിലും പറയും. ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ അവസാനമായി ചെയ്യേണ്ട കാര്യം. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാല് സിൽവർ ലൈൻ റദ്ദാക്കിയെന്ന് ഭൂവുടമകളെ അറിയിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സിൽവർ ലൈൻ നമുക്കറിയാം LDFന്റെ ഭരണകാലത്ത് ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ചൊരു പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ എന്ന് പറയുന്നത്. തുടങ്ങിയെങ്കിലും എങ്ങും എത്താതെ പോയൊരു പദ്ധതി കൂടിയായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടും എങ്ങും എത്താതെ പോയ ആ ഒരു പദ്ധതിയെ എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് മാറ്റിയിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു പദ്ധതി നിലവിലില്ല. അതുപോലെ തന്നെ സിൽവർ ലൈൻ വിജ്ഞാപനം റദ്ദാക്കിയെന്ന് ഭൂവുടമകളെ അറിയിക്കുമെന്നും പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ സമയബന്ധിതമായി മാറ്റുമെന്നും മന്ത്രി MP അനിൽകുമാർ അറിയിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈ മഞ്ഞക്കുറ്റികൾ ഈ സിൽവർ ലൈൻ പോകുന്ന പാതകളിലെല്ലാം സ്ഥാപിച്ചപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അപ്പം എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. ഭൂവുടമകൾക്കും ഒരു ആശ്വാസം എന്തായാലും ഇതുവഴി കിട്ടിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഇനി മറ്റൊരു കൗതുകരമായ വാർത്ത എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുള്ള കാര്യമാണ്. പിടിവിട്ട് പറന്നുയർന്ന ഇറച്ചിക്കോഴി വില. നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും ജില്ലയിലേക്ക് ഇറച്ചിക്കോഴികൾ എത്തിക്കുന്നത്. അപ്പൊ ഇത്തവണത്തെ ഉയർന്ന ചൂട് കാരണം കോഴി കുഞ്ഞുങ്ങൾ വ്യാപകമായി ചത്തു. അത് നമുക്കറിയാം മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളെ ഇത് ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ചൂടെന്ന് പറയുന്നത്. അപ്പം വ്യാപകമായിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തത്. അപ്പം ഇതാണ് വിലക്കയറ്റത്തിന് കാരണമായതെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ കോഴിയിറച്ചി വില കുറഞ്ഞിരുന്നു. അപ്പം ഇതോടെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനോ വാങ്ങാനോ കച്ചവടക്കാർ മടിച്ചു. അതിനാൽ ഇപ്പോൾ ആവശ്യത്തിന് കോഴിയിറച്ചി കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ ചൂട് കാരണം നമുക്കറിയാം ചൂട് വലിയ രീതിയിൽ മനുഷ്യനെ തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം മൃഗങ്ങളുടെ കാര്യം, ഇതുപോലെ കോഴികളുടെ ഒന്നും കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വ്യാപകമായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തതിന്റെ പേരിലാണ് ഇപ്പം കൂടുതൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കോഴിയിറച്ചി കിട്ടാത്തത്. വളർത്താനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ലാതെ വന്നു. ഇങ്ങനെ അസുഖം ബാധിച്ച് ചാകുന്ന സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ലാഭമില്ലെന്ന് കാണുമ്പോൾ വിൽപ്പനക്കാർ ഒരിക്കലും വളർത്തില്ല. അപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞത് ഇറച്ചി വിലയും ബാധിച്ചു. കന്നുകാലി, കോഴി എന്നിവയുടെയാണ് വില കുറഞ്ഞത്. പോത്തിറച്ചിക്ക് 430 450 രൂപ. അപ്പം 430-450 ആ ഒരു റേഞ്ചിലേക്ക് പോത്തിറച്ചിയുടെ വില വന്നിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ കോഴിയിറച്ചികൾ ഇല്ലാത്ത ഒരു ഞായറാഴ്ചയാണ് ഈ പ്രധാനമായിട്ടും ഇങ്ങനെ കഴിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇറച്ചികളിൽ ഏറ്റവും വിലക്കുറവും അല്ലെ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇറച്ചിയായിരുന്നു. പോത്തിന് ഇപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, എപ്പോഴും നല്ല റേറ്റ് ഉണ്ട്. അപ്പം കൂടുതൽ ആളുകൾക്ക് കോഴിയോടാണ് താല്പര്യം. അപ്പം ആ വിലയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പൊ ഇനി അത് എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നമുക്ക് അറിയില്ല. കറിയിൽ കഷ്ണത്തിന്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. എന്നാലും മറ്റൊരു വാർത്ത നോക്കി കഴിഞ്ഞാൽ ഇപ്പോ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിനു ശേഷം വളരെ അടിമുടി മാറ്റങ്ങളാണ് പോലീസിൽ നടന്നു വരുന്നത്. അതായത് വരാൻ പോകുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയിൽ അനധികൃതമായ ആരെങ്കിലും പോലീസിൽ നിയമനം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ തടവുകാർക്ക് പരോൾ നൽകുന്നത് സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരുത്തും. അതുപോലെ തന്നെ പോലീസ് പാഠ്യപദ്ധതി പരിഷ്കരിക്കും. പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പ്രധാന തസ്തികളിൽ നിന്ന് മാറ്റും. തുടങ്ങിയ ഏകദേശം ഒരു 4ഓളം മാറ്റങ്ങളാണ് രമേശ് ചെന്നിത്തല നടപ്പിലാക്കാൻ പോകുന്നത്. വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാരണം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനം അത് തന്നെയായിരുന്നു. ആഭ്യന്തരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള. എന്തായാലും രമേശ് ചെന്നിത്തല എന്തായാലും വളരെ വലിയ മാറ്റങ്ങളാണ്. അദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ
രീതിയിൽ തന്നെ ആഭ്യന്തരം എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ പോലീസുകാരുടെ ഇടി, തൊഴി, ചീത്തവിളി എന്നിവ അവസാനിപ്പിക്കും. സമരം ചെയ്യുന്നവരുടെ തല നോക്കി അടിക്കുന്ന പോലീസിനെ എന്റെ ഭരണകാലത്ത് അനുവദിക്കില്ല. എന്തായാലും വളരെ നല്ല അല്ലെ മാറ്റങ്ങളാണ് ഇതിൽ എന്തായാലും സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം വരും. അതെ, സ്പോർട്സ് കോട്ടകളിൽ നിന്നെല്ലാം അനധികൃതമായിട്ട് പോലീസ് നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു തടയാവും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇനി മറ്റൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുങ്ങിമരണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ഉല്ലാസം അതിരുവിടല്ലേ. അപ്പം മുങ്ങിമരണം കൂടുതലും ഇപ്പോൾ എറണാകുളത്താണെന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം സംസ്ഥാനത്തെ മുങ്ങിമരണങ്ങളുടെ പട്ടികയിൽ എറണാകുളം ജില്ല ഒന്നാമത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 821 കേസുകളിൽ 157 എണ്ണം എറണാകുളത്തായിരുന്നു. മരിച്ചവരിലേറെയും വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. മധ്യവേനൽ അവധിക്കാലം തുടർന്നുള്ള കാലവർഷമാണ് കേരളത്തിലെ മുങ്ങിമരണങ്ങളുടെ പീക്ക് സീസൺ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയായിരുന്നു. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുങ്ങിമരണങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ 821 കേസുകളിൽ 157 എറണാകുളത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയായിരുന്നു. അതായത് വേനൽക്കാലത്ത് നിന്നും വരുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമാണ് മഴയെന്ന് പറയുന്നത് ആളുകൾക്ക്. അപ്പം കൂടുതലും നമുക്ക് വേനൽക്കാലത്ത് അങ്ങനെ ട്രിപ്പ് പോകാനോ അധികം പോകുന്നവരുണ്ട്, പക്ഷെ എന്നാൽ പോലും വലിയ താല്പര്യം കാണില്ല. കാരണം ചൂടും ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് അസഹിഷ്ണുമായ ചൂടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു മഴക്കാലം വരുമ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ ട്രിപ്പ് പോകുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുങ്ങിമരണം ഒരുപാട് ഇനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെതനുസരിച്ച് ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2025 ഒന്നാം സ്ഥാനം, അതായത് എറണാകുളത്ത് 157, പാലക്കാട് 109, കൊല്ലം 99. അപ്പൊ അത് വലിയൊരു വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പം കളി കാര്യമാകരുത്. അതായത് സുഹൃത്തുക്കളോടൊപ്പം അശ്രദ്ധമായി വെള്ളത്തിൽ ഇറങ്ങുന്നത് അപകടത്തിന് കാരണമാകും. മത്സരിച്ചുള്ള നീന്തൽ, മറ്റ് അഭ്യാസങ്ങൾ, അനുവദനീയമായ മേഖലകൾ മറികടക്കുക എന്നിവ നിർബന്ധമായും ഒഴിവാക്കുക. അത് ശരിയാണ്. നമ്മളിപ്പം സുഹൃത്തുക്കളുമായി പോകുമ്പോൾ എപ്പോഴും മത്സരം വെച്ചിട്ട് ഒരു ബോർഡർ കാണും, നമുക്ക് അതിനപ്പുറം പോകരുതെന്ന്. ഇപ്പം നമുക്കറിയാം, ഒരു ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് അവർ സൂചിപ്പിക്കും. പക്ഷെ അതൊരു നിബന്ധന അവർ വെച്ചിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സുഹൃത്തുക്കളോടൊപ്പം പോകുന്ന ഒരു ആവേശത്തിൽ അത് മറികടന്ന് ജയിക്കുക എന്നൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് എന്താണെങ്കിലും ഒഴിവാക്കണം. അതുപോലെ മദ്യപിച്ച് കടലിൽ ഇറങ്ങാതിരിക്കുക, ലഹരി അനാവശ്യ സാഹസങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ശക്തമായ രീതിയിൽ പെട്ടെന്ന് തളർച്ച ഉണ്ടാകുകയും ചെയ്യും. അപ്പം നമുക്കറിയാം, കടലിലൊക്കെ ഇറങ്ങുന്നത് വലിയ രീതിയിൽ മഴക്കാലത്ത് നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ലഹരിയുടെ ഒരു ആസക്തിയിൽ നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളിപ്പോ ഒരു ഉല്ലാസയാത്ര അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ യാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുക അല്ലെ മദ്യപാനം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ അതൊരു കോമൺ സാഹചര്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വബോധ മനസ്സ് ചിലപ്പോൾ കൃത്യമായി പ്രവർത്തിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, ഇതുപോലെ സാഹസങ്ങൾക്ക് മുതിരും. അത് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴി വെക്കാൻ സാധ്യതയാണ്. പിന്നെ ഒറ്റപ്പെട്ട ബീച്ചുകളും രാത്രികാല നീന്തലുകളും ഒഴിവാക്കുക. അതൊക്കെ ഒരു രാത്രിയിൽ കൂടുതലും ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് മലയാളികളുടെ ഒരു ശീലമായിട്ട് ഇപ്പോൾ മാറുന്നുണ്ട്. അപ്പം അതൊക്കെ കൂടുതലും ഒഴിവാക്കണം. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം. നീന്തൽ അറിയാമെങ്കിലും ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കണം. അപ്പൊ ഈ കുട്ടികളെ ഈ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പഠിക്കണം. പക്ഷെ അനാവശ്യമായിട്ട് ഇപ്പം നമുക്കറിയാം, കുട്ടികളാണെങ്കിൽ പോലും അതായത് മരിക്കാൻ പോകും, നീന്തൽപ്പെട്ട് മരിക്കും എന്നുള്ള ബോധത്തോടെ അല്ല അവർ പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും ഒഴുക്കിന്റെ ഇതെല്ലാം വെച്ച് നമ്മൾ അനാവശ്യമായിട്ട് ഒരു അപകടത്തിലോട്ട് എടുത്ത് ചാടാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ കരുതൽ വേണം. പക്ഷെ നമ്മളിപ്പം ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഇവർക്ക് ഇത്ര ബോധമില്ലേന്ന്. പക്ഷെ ആ വെള്ളത്തിന്റെ ഒരു ആകർഷണം എല്ലാം നമുക്കറിയാം. ആഘോഷിക്കേണ്ട ഒരു പ്രായമാണ് കുട്ടികളുടെ എന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ജീവൻ വെച്ചിട്ട് ഒരു കളിക്കും പോകരുതെന്നുള്ള ഒരു അഭിപ്രായമാണ്. കാരണം പിന്നെ ഈ ജലാശയങ്ങൾ എപ്പോഴും നമ്മൾ പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല അല്ലെ. ഇപ്പൊ ഒരു കടൽ ശാന്തമായിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു നദി പ്രത്യക്ഷത്തിൽ അത് ശാന്തമായിരിക്കുകയാണെങ്കിലും അടിയൊഴുക്കുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന പാടെ നമ്മൾ ചിലപ്പോൾ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ അല്ലെ നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. ഇനിയിപ്പോ ഈ ഒരു കണക്ക് തെറ്റി, അതായത് ഈ ഒരു കണക്ക് ഇനിയും അടുത്ത വർഷം ഈ വർഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരും ജാഗ്രതയോടെ മാത്രം പോവുക. എന്താ ആഘോഷങ്ങളാണല്ലോ, ആഘോഷങ്ങൾ വേണം. പക്ഷെ അതിനപ്പുറം അത് നമ്മുടെ ആഘോഷങ്ങൾ ഒരു സങ്കടത്തിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത വിട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളാവരുത്.
അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വായിക്കുകയാണെങ്കിൽ 25 വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 25 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. 24-നും 25-നും ഇടയ്ക്ക് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മഴക്കാലം വരാൻ പോവുകയാണ്. ഇനി ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും, അപ്പം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴുള്ള അപകടങ്ങൾ മാത്രമല്ല, ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളും ഇനി നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. അതുപോലെ തന്നെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, വൻ കൃഷിനാശം അല്ലെ, കൃഷിനാശങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പൊ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതകൾ നമ്മൾ പാലിക്കണമെന്ന് നമുക്കറിയാം. അപ്പം എന്തായാലും ഇനി കരുതലെടുക്കേണ്ട കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ ജാഗ്രത പാലിക്കുക, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഭാര്യയുടെ മൂക്കിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു, ചികിത്സയ്ക്കെതിരെ ആശുപത്രിയിലും അക്രമം. അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയുടെ സംരക്ഷണ ഉത്തരവുമായി കഴിയുന്ന ഭാര്യയുടെ മൂക്കിൽ കടിച്ച് മുറിവേൽപ്പിക്കുകയും ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ അതിക്രമിച്ച് കടന്ന് ഭാര്യയും ഡോക്ടറെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സൂപ്പർ മാർക്കറ്റ് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തറ സ്വദേശി നിർമ്മൽ കുമാറാണ് ഭാര്യയുടെയും ഡോക്ടറുടെയും പരാതികളിൽ പോലീസിന്റെ പിടിയിലായത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഗാർഹിക പീഡനം നമുക്കറിയാം ഒരുപാട്. ഇതിപ്പം മൂക്കിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു, അതിന്റെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ വന്ന് ഡോക്ടറെയും ഭാര്യയും വീണ്ടും ആക്രമിക്കുകയാണ്. അപ്പൊ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിചിത്രമായ കേസുകളാണ്. ഇത് ചിലപ്പോ ഇതൊരു അല്ലെങ്കിൽ ആ വ്യക്തി നോർമൽ ആയിരിക്കില്ല എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള കേസുകളാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കുക, അതുപോലെ തന്നെ അതിന് കടന്നാണ് അത് മൂക്ക് കടിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇതൊന്നും അല്ലെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അല്ലേ. ഇപ്പൊ നിരന്തര ദേഹോപദ്രവത്തെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചാണ് ഭാര്യ സംരക്ഷണ ഉത്തരവ് നേടുക. അപ്പൊ നിരന്തരമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി, നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഒരു ടെൻഡൻസി ഇയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒരു വഴിയുമില്ലാതെ ആയിരിക്കും അവര് ഹൈക്കോടതിയെ സമീപിച്ച് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് സംരക്ഷണ ഉത്തരവ് ഭാര്യ നേടിയിരുന്നു. അപ്പം എന്നിട്ടും അതിനെയും ആദ്യം മറികടന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരുന്നത് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ളത്. അപ്പം നിയമത്തെയും കോടതി ഒന്നും പേടിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഇതുപോലെ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പങ്കാളി നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഉടനടി അതിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ഏക മാർഗം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗേൾസ് എപ്പോഴും നമുക്ക് സ്ത്രീകളോട് എപ്പോഴും പറഞ്ഞാൽ സഹിക്കണം, ക്ഷമിക്കണം എന്നുള്ള രീതിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറി പക്ഷെ ഇത് കോടതിയെ സമീപിച്ചിട്ട് സംരക്ഷണ ഉത്തരവെല്ലാം ലഭിച്ചിട്ടും അതിനെ അതിക്രമിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ അത് അയാളുടെ പ്രശ്നം തന്നെയായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതെല്ലാം ഇപ്പോ ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള വാർത്ത ആയതുകൊണ്ട് ഇങ്ങനെ പത്രത്തിൽ എത്രയോ കേസുകളുണ്ട്, ഒരുപാടുണ്ട്. ഒരു ദിവസം തന്നെ ഒരുപാട് കേസുകളാണ് നടക്കുന്നത്. നമുക്കറിയാം, ആ ഒരു മെന്റാലിറ്റി മാറ്റണം എന്നുള്ളതാണ്. ഇപ്പം ഗാർഹിക പീഡനം എന്നുള്ള ഇത് നിലവിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പുരുഷന്മാർ അവരുടെ ആധിപത്യം സ്ത്രീകളിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നൊരു കാര്യവും നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാൾ കൊടുംഭീകരൻ ഹംസ ബുർഹാൻ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്തയാണ്. അതായത് പുൽവാമ ആക്രമണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഒന്നടങ്കം വേദനിപ്പിച്ചൊരു ആക്രമണമായിരുന്നു. അപ്പൊ അതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഒരു അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. ഈ അജ്ഞാതർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ എന്തായാലും ഒരു കൈ ഇതിന് പിന്നിൽ കാണും. ഇങ്ങനെ ഇതുപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭീകരാക്രമണം നടത്തിയ നിരവധി പേര് ഇതുപോലെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ നമ്മൾ വരാറുണ്ട്. അപ്പോഴെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ റോ പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ എത്രത്തോളം ഫലപ്രദമായാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ നോവിപ്പിച്ച ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയും. എന്തായാലും വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. എന്തായാലും വെടിയേറ്റത് പാക് അധിനിവേശ കാശ്മീർ ഓഫീസിലിരിക്കെ, അപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീർ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നത്. എന്തായാലും ഇതൊരു അല്ലെങ്കിൽ പുൽവാമ ആക്രമണത്തിൽ മരിച്ച വ്യക്തികൾക്കൊന്നും ഇതൊരു നീതി ആവില്ലെങ്കിലും ഇനിയും അങ്ങനെ ഒരു ആക്രമണത്തിന് അതിന് മുതിർന്ന ഒരാളെ തന്നെ അയാൾ മരിച്ചത് എന്താണെങ്കിലും അവർക്കൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത നമുക്കറിയാം, ദൃശ്യം 3 ഇന്നലെ ആയിരുന്നു റിലീസായത്.
അതുപോലെ മോഹൻലാലിന്റെ ബർത്ത്ഡേയും ആയിരുന്നു വന്നത്. അപ്പം വളരെയധികം സന്തോഷത്തോടെ, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നതെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പം മോഹൻലാലിന് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമാണല്ലേ ദൃശ്യം 3. എന്തായാലും 66-ാം ജന്മദിനം ദൃശ്യം 3 റിലീസും ആഘോഷമാക്കിയ മോഹൻലാലും ആരാധകരും സിനിമാ ലോകം ആഘോഷമാക്കിയിരിക്കുകയാണ്. ഭാര്യ സുചിത്രയ്ക്കും സഹതാരങ്ങൾക്കുമൊപ്പം ദൃശ്യം 3 ആദ്യ പ്രദർശനം ആസ്വദിച്ച മോഹൻലാൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചു. അപ്പം നമുക്കറിയാം ദൃശ്യം 3 ഇപ്പൊ നല്ല രീതിയിൽ മുന്നേറുകയാണ്. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ് അതിന് മികച്ച പ്രതികരണങ്ങളാണ് ദൃശ്യം 3ക്ക് വരുന്നത്. എന്തായാലും ലാലേട്ടന് കിട്ടിയ വളരെ മികച്ചൊരു പിറന്നാൾ സമ്മാനം തന്നെയാണ്. തന്റെ ആരാധകർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനം തന്നെയാണ് അദ്ദേഹം പിറന്നാൾ ദിനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചിത്രം എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്തായാലും അടുത്തൊരു 100 കോടി കൂടി മലയാളത്തിൽ ഇറങ്ങും അല്ലേ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ വിജയ്ക്ക് കരുത്ത് പകർന്ന് കോൺഗ്രസ് മന്ത്രിമാർ എന്നാണ്. അതായത് മുസ്ലിം ലീഗ് VCK മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ഫാൻസ് അസോസിയേഷന്റെ 16 പ്രവർത്തകർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. അതുപോലെ തന്നെ വിജയ്ക്കൊപ്പം അഭിനയിച്ച ഒരു നടനും മന്ത്രിസ്ഥാനം വിജയ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 59 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തമിഴ്നാട്ടിൽ 2 കോൺഗ്രസ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം വർഷങ്ങളായിട്ട് അവിടെ DMK മന്ത്രിമാർ അല്ലെ, അവരായിരുന്നു എല്ലാ മന്ത്രിസ്ഥാനവും കൈയടക്കി വെച്ചിരുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി TVKയുമായി അലയൻസ് ചേർന്ന് തമിഴ്നാട്ടിലൊരു പുതിയ ചരിത്രം വിജയ് കുറിച്ചിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിന് DMKയുടെ ഭാഗത്ത് നിന്നപ്പോൾ ഇതുവരെ അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നില്ല. എന്തായാലും വിജയോട് പക്ഷം ചേർന്നതിൽ പിന്നെ അവർക്ക് ഇപ്പോ എന്താണ് 2 മന്ത്രിസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് VCK ഘടകങ്ങളുടെ മന്ത്രിമാർക്കാണ് ഇപ്പോൾ സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു അലയൻസ് ചേരാൻ എടുത്ത തീരുമാനം എന്തായാലും നന്നായെന്ന് തന്നെ വേണം പറയാനല്ലേ. വിജയുടെ നമുക്കറിയാം, വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അവിടെ നമുക്കൊരു വികസനവും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു പ്രതീക്ഷയും അത് തന്നെയായിരുന്നു. ഒരു ഫാൻസ് അസോസിയേഷനിലെ 16 പ്രവർത്തകർക്കാണ് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പ് ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയതിൽ പിന്നെ അതൊരു ചാരിറ്റി ഗ്രൂപ്പ് ആയിരുന്നു. അതിനെ ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് അവിടുത്തെ ഒരു 16 പ്രവർത്തകർക്ക് അദ്ദേഹം മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു രീതി. അപ്പം അതിനനുസരിച്ച് അദ്ദേഹം വിജയ് തമിഴ്നാടിന്റെ കാര്യത്തിൽ നമുക്ക് ഇനി ഒരു തെറ്റുകൾ വരുന്നുള്ള ഒരു രീതിയിൽ ഒന്നും വരില്ല. കാരണം അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ഭരണം മുന്നോട്ട് തുടക്കം എന്തായാലും നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പോകെ ഇങ്ങനെ എന്തൊക്കെയാ വരുമെന്നും കണ്ടു തന്നെ അറിയണം. ഈ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇറങ്ങാൻ വൈകിയതിന് ദമ്പതിമാരെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു. അപ്പം സംഭവം നാട്ടുകാരും മക്കളും നോക്കി നിൽക്കുകയാണ്. കുട്ടി ഉറങ്ങിപ്പോയതിനാൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതിന്റെ പേരിൽ ദമ്പതിമാരെ നാട്ടുകാരും മക്കളും നോക്കി നിൽക്കെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു. ദമ്പതികളുടെ പരാതിയിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കടുത്തുരുത്തി ടൗണിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. അപ്പം സജീവ്, ഭാര്യ രജീഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇപ്പൊ നമുക്കറിയാം സ്വകാര്യ ബസ്സുകളുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നല്ല രീതിയിൽ അവർക്ക് സ്പീഡാണ്, അവർക്ക് എത്രയും പെട്ടെന്ന് പോകണം. അല്ലാതെ ജനങ്ങളെ കയറ്റുക എന്നതിനേക്കാൾ ഉപരി ഇന്ന സമയത്ത് അവിടെ എത്തിച്ചേരണം എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ വണ്ടി ഓടിക്കുന്നത്. നമുക്ക് പല സമയത്തും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകളും വരുന്നതാണ്. അപ്പം കുട്ടി ഉറങ്ങിപ്പോയി, അതുകൊണ്ട് തന്നെ ഇറങ്ങേണ്ട സ്റ്റോപ്പിന്റെ അവിടെ അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് ഇറങ്ങാൻ വൈകിയതിന്റെ പേരിലാണ് ബസ് ജീവനക്കാരൻ അവരെ മർദ്ദിച്ചത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം. ഇപ്പൊ നാട്ടുകാരും മക്കളും നോക്കി നിൽക്കുകയാണ് ഇത്തരത്തില് അവർക്ക് മർദ്ദനമേറ്റത്. അത് ശരിയായ ഒരു നടപടിയല്ല. തീർച്ചയായിട്ടും അത് അപലപിക്കേണ്ട ഒരു നടപടി തന്നെയാണ്. കാരണം ഒരു മാനുഷിക പരിഗണന എന്നുള്ളതുണ്ട്. നിങ്ങൾക്ക് സമയത്തിന് എത്തുക എന്നതിനേക്കാളും അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം പറയാൻ. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഒരു പ്രസ്, അവിടുത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും നൽകാതെ പോയത് വളരെ വലിയൊരു നാഷണൽ ശ്രദ്ധ നേടിയൊരു ന്യൂസ് ആയിരുന്നു. അതായത് പ്രധാനമന്ത്രി എപ്പോഴും അദ്ദേഹത്തിന്റെ ടെലിപ്രോംപ്റ്റർ നോക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹത്തിന് സ്വന്തമായ ഒരു അഭിപ്രായമോ മറ്റൊന്നും ഇല്ലെന്നുമുള്ള രൂക്ഷമായ വിമർശനം ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യം ചോദിച്ച ന്യൂസ് റിപ്പോർട്ടർ എന്തായാലും ഇന്ത്യയിലുള്ളവരോട് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുക എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത്
ഇന്ത്യക്കാരോട് നന്ദി പറഞ്ഞ് നോർവീജിയൻ മാധ്യമ പ്രവർത്തക. അതായത് ഇന്ത്യക്കാർ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ച് നോർവീജിയൻ മാധ്യമ പ്രവർത്തക ഹെല്ല ലേങ് നോർവേ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്തുകൊണ്ടാണ് ചോദ്യത്തിന് ഉത്തരം പറയാത്തതെന്ന് ഹെല്ല ചോദിച്ചത് വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ ഹെല്ല ലിങ്ങിനെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ റദ്ദാക്കുകയും ചെയ്തു. അക്കൗണ്ട് തിരിച്ചു കിട്ടിയതിന് പിന്നാലെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിച്ചതിനും പിന്തുണച്ച് സന്ദേശങ്ങൾ അയച്ചതിനും അവർ ഇന്ത്യക്കാർക്ക് നന്ദി പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചതിനൊക്കെ അത് ഇവർക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് സോഷ്യൽ മീഡിയ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവരുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അക്കൗണ്ടുകൾ റദ്ദാക്കിയിരുന്നു. അപ്പം അതിനെല്ലാം ശേഷം പക്ഷേ ഇന്ത്യക്കാർ അവർക്ക് വളരെ നല്ല പിന്തുണയാണ് നൽകിയതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഭരണവിരുദ്ധ വികാരമുള്ള ആൾക്കാർ ഇവർക്ക് വ്യക്തമായ പിന്തുണ നൽകി, അവർക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ അവരെ സഹായിച്ചു എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരെന്തായാലും ഇന്ത്യയിലുള്ളവരോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബിസിനസ് വാർത്തകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ജോർജിയ മെലാനിക്ക് അവർ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ നിന്നുപരി അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ സൗഹൃദം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിരവധി ട്രോളുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിക്ക് പാർലെ മെലഡി ചോക്ലേറ്റ് നൽകിയപ്പോൾ അതിന്റെ പാർലെ മെലഡി ചോക്ലേറ്റിന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ മൂല്യം വളരെ വലിയ രീതിക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അവര് വേൾഡ് ലീഡേഴ്സ് ആണ്. അപ്പോൾ മെലഡിയുടെ മൂല്യം, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം ഇവരുടെ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഇരട്ടി ആയിരിക്കുക എന്നുള്ള വാർത്തയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ഈ ഒരു ചോക്ലേറ്റ് മെലാനിക്ക് നൽകാൻ കാരണം മെലാനിയുടെ ആ ഒരു പേരും അതുപോലെ തന്നെ മോഡിയുടെ പേരും കൂടെ ചേർക്കുമ്പോഴാണ് ഈ മെലഡി എന്ന് പറയുന്ന പേര് വരുന്നത്. അപ്പോൾ ആ ഒരു കൗതുകം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഈയിടയ്ക്ക് ഇറ്റലി സന്ദർശിച്ചപ്പോൾ ഈ മെലോനിക്ക് ഈ ഒരു മുട്ടായി പാക്കറ്റ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷമാണ് ഇതിന്റെ ഓഹരി വിപണികൾ ഉയർന്നത്. എന്തായാലും ഒരു മെലഡി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫ്രീ ആഡ് ക്യാമ്പയിനാണ്. അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് ചേർന്ന് അവർക്കൊരു ഫ്രീ പരസ്യം നൽകിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇതുവരെ അവര് കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിരിക്കുകയാണ്. അവരുടെ ലാഭം ഈ വർഷത്തെ തന്നെ ഇരട്ടിയായിരിക്കുകയാണ്. അതായത് ഏകദേശം പാർലെ ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ ഏകദേശം 5% വരെ ഉയർന്നു. ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു ഉയർച്ചയാണ്. എന്തായാലും അവിടെ സ്റ്റോക്കിൽ പൈസ ഇട്ടിരുന്ന എല്ലാവർക്കും നല്ല ലാഭം കിട്ടിയെന്ന് വേണം കരുതാൻ. അതെ. നമ്മള് സ്പോർട്സ് പേജിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ചെന്നൈ പുറത്തായി എന്നുള്ളതാണ്. നമുക്കറിയാം IPL സീസൺ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ മലയാളികളാണെങ്കിലും അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിലും കൂടുതൽ ആരാധകര് കാത്തിരുന്നതെന്ന് പറഞ്ഞാൽ ചെന്നൈ. അപ്പം നമുക്കറിയാം സഞ്ജു ചെന്നൈയിലോട്ട് വന്നു. അപ്പൊ എന്താണെങ്കിലും ഒരു പ്ലേ ഓഫിൽ കയറുമെന്നൊരു സാധ്യത അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തില് ചെന്നൈ പുറത്തായിരിക്കുകയാണ്. അപ്പൊ ധോണിയുടെ പിൻഗാമിയായി സഞ്ജു വരികയും അതുപോലെ നല്ല രീതിയിൽ കളിക്കുക, അദ്ദേഹത്തിന്റെ ഫോം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഇന്നലത്തെ മത്സരത്തില് ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തില് ചെന്നൈ പുറത്തായി. അപ്പം വൻ തോൽവിയോടെ ചെന്നൈ സൂപ്പർ കിങ്സ് IPL ക്രിക്കറ്റിലെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിനാണ് തോൽപ്പിച്ചത്. ജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസും പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും അപ്പം അവരാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഗുജറാത്തും RCBയുമാണ്. അപ്പം ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 20 ഓവറിൽ 4 വിക്കറ്റിന് 229 റൺസ് എടുത്തു. ചെന്നൈയുടെ മറുപടി 13.4 ഓവറിൽ 140 റൺസിന് അവസാനിച്ചു. ചെന്നൈ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണിത്. കാരണം സഞ്ജുവിനെ വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോം മികച്ചതാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് ചെന്നൈ ടീമിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം എന്തായാലും ചെന്നൈയുടെ കാര്യം വളരെ അവർക്ക് പോയിന്റ് നിലയിൽ അവർക്ക് പ്ലേ ഓഫിൽ കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തുടക്കത്തില് എന്തൊക്കെയോ, അതായത് പ്ലേ ഓഫ് പോയിന്റ് പട്ടികയിൽ താഴെ നിൽക്കുന്ന ടീമുകളുടെ എല്ലാം വിധികൾ വരുമ്പോ ഇപ്പൊ നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലേ ഓഫിൽ നിന്ന് പുറത്തു പോകുന്ന ടീമുകൾക്ക് വീണ്ടും മത്സരം കാണും. പക്ഷെ അവര് ജയിക്കുകയാണ് ആ സമയത്ത്. അതാണ് ഏറ്റവും ഇപ്പൊ മുംബൈ ആണെങ്കിലും പ്ലേ ഓഫിൽ നിന്ന് പുറത്തായാൽ പോലും അവരുടെ സാധ്യത തീർന്നു എങ്കിൽ പോലും
അവര് കളിച്ച മറ്റുള്ള അതെ, ടീമിനെ കൂടെ അവർക്ക് ശത്രുതയുള്ള തോൽപ്പിക്കുന്ന ടീമിന് കയറരുതെന്ന് വിചാരിച്ച് അവർ നല്ലോണം കളിക്കുകയാണ്. അപ്പൊ എന്തായാലും ബംഗളൂരു ആണ് IPL പോയിന്റ് പട്ടികയിൽ മുന്നിൽ കഴിഞ്ഞ നിൽക്കുന്നത്. സീസണിലും ബംഗളൂരിനായിരുന്നു വീണ്ടും ബംഗളൂരു തുടർച്ചയായിട്ട് കപ്പ് ഉയർത്തുമോ എന്നുള്ളതാണ് സൂചന. എന്തായാലും ബംഗളൂരു ആരാധകർ ആവേശത്തിലാണ്. പക്ഷേ ഗുജറാത്ത് ഇപ്പോൾ വളരെ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. അവർക്കും കപ്പ് ഉയർത്താനും ഈക്വലി സാധ്യതയുണ്ട്. അവർ 2ാം സ്ഥാനത്താണെങ്കിലും അവർ വളരെ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് വിട്ട് ഫുട്ബോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു ഫുട്ബോൾ മാച്ച് ലീഗാണ് ISL എന്ന് പറയുന്നത്. അപ്പോൾ ISLന്റെ ഫൈനൽ കഴിഞ്ഞ് എന്തായാലും വെസ്റ്റ് ബംഗാൾ കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. ഈ കിരീട വിജയം അവർക്ക് ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഈ ഒരു വെസ്റ്റ് ബംഗാളിന് കപ്പ് കിട്ടിയിരിക്കുന്നത്. അതായത് മോഹൻ ബഗാനെ ഒരു ഗോൾ വ്യത്യാസത്തിലാണ് അവർ പിന്നിലാക്കി കപ്പ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ അധികം ശ്രദ്ധിക്കാതിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഒരുവിധം അല്ലേ അവരുടെ ഒരു ഫോമൊക്കെ പോയതിനു ശേഷം നമ്മൾ മലയാളികൾ ഒരിക്കലും ഈ ഒരു ഫുട്ബോൾ ലീഗിലേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പൊ മഞ്ഞപ്പട ഫാൻസ് ക്ലബൊക്കെ പിരിച്ചുവിട്ടുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും വെസ്റ്റ് ബംഗാൾ ആണ് ഇപ്പോൾ കപ്പ് ഉയർത്തിയിരുന്നതെന്ന് വേണം പറയാൻ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നെയ്മറിന് പരിക്ക്. അതായത് നമുക്കറിയാം നെയ്മർ എപ്പോഴും ഒരു പരിക്ക് ഒരു താരമാണ്. അദ്ദേഹം ലോകകപ്പിലുള്ള ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് സൂപ്പർ താരം നെയ്മറിന് പരിക്ക്. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ തുടർച്ചയായിട്ട് പരിക്കുകൾ വിട്ടുമാറാത്ത ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ഈ പരിക്കുകൾ പെട്ടെന്ന് പറ്റുന്ന ഒരു കളിക്കാരനാണ്. അപ്പം അദ്ദേഹത്തെ ലോകകപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിക്കുകൾ കാരണം. പക്ഷെ ഇപ്പൊ ഉൾപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹത്തിന് പരിക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇനി അദ്ദേഹത്തിന് മുന്നോട്ടുള്ള എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്താണേലും അദ്ദേഹത്തിന് ഇനിയും പരിക്കുകൾ മാറി ഈ ലോകകപ്പിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഇല്ലാതെ അല്ലേ അവർക്കൊരു ഇറങ്ങാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും നെയ്മർ ഉണ്ടെങ്കിൽ അല്ലേ അവർക്കൊരു ആവേശമാണ്. അതുപോലെ മലയാളികൾക്കിടയിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും നെയ്മറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതെ, എന്തായാലും മലപ്പുറം അതുപോലെയുള്ള നോർത്ത് കേരള സൈഡിലൊക്കെ ഒരുപാട് ഫുട്ബോൾ ആരാധകർ, പ്രത്യേകിച്ച് ബ്രസീലിന് ഒരുപാട് ആരാധകരുണ്ടെന്ന് വേണം കരുതാൻ. ഇപ്പോൾ എന്തായാലും ഈ ലോകകപ്പിന് വേണ്ടി എന്തായാലും ഇനി 20 ദിവസവും കൂടെ ഉള്ളൂ ലോകകപ്പിന്. ആവേശത്തോടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ IPL കഴിഞ്ഞതിന് ശേഷം അടുത്ത അല്ലെ ഉടൻ തന്നെ ഫുട്ബോൾ ആരാധകരെ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. കാരണം റൊണാൾഡോയുടെ ഒക്കെ ആണെങ്കിലും അവസാന ഫുട്ബോൾ ആണ്. അദ്ദേഹത്തിന് നല്ലൊരു മികച്ച മടങ്ങിയേപ്പ് നൽകാൻ ഈ ഒരു ലോകകപ്പിലൂടെ കഴിയട്ടെ എന്ന് വേണം കരുതാൻ. റൊണാൾഡോ ഫാൻസ് ആണെങ്കിലും പോലും വളരെ ആവേശത്തോടെയാണ് ലോകകപ്പ് കാണുന്നത്. അപ്പൊ നെയ്മർ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ടീമിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും നമ്മൾ ഏകദേശം വാർത്തകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.